കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗങ്ങളുടെ നിയമനം സർക്കാർ അട്ടിമറിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ മന്ത്രിസഭ തള്ളി. സെലക്ഷൻ കമ്മിറ്റിയുടെ നടപടിയിലാണ് മന്ത്രിസഭയുടെ ഇടപെടൽ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇതുമായി ബന്ധപ്പെട്ട് മുമ്പും നമ്മൾ വാർത്ത നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നീക്കം എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നിൽ വായിക്കേണ്ടത്? വിവരങ്ങൾ, വിശദാംശങ്ങൾ. അജിംഷാദ്, 2 ജുഡീഷ്യൽ അംഗങ്ങളുടെ ഒഴിവാണ് ഉടൻ ഉണ്ടായിരിക്കുന്നത്. അതിൽ അംഗങ്ങളെ ശുപാർശ ചെയ്യേണ്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു സമിതിയാണ്. ആ ശുപാർശ സാധാരണ നിലയിൽ മന്ത്രിസഭ അംഗീകരിച്ച് കേന്ദ്രത്തിന് നിയമനത്തിനായി സമർപ്പിക്കുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഇക്കുറി സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച ശുപാർശ പട്ടിക സംസ്ഥാന മന്ത്രിസഭാ യോഗം തള്ളിയിരിക്കുന്നു എന്നൊരു അസാധാരണ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വന്ന ചീഫ് ജസ്റ്റിസിൻ്റെ പട്ടികയിലുള്ള പേരുകൾ 2 പേരുടെ പേരുകളാണ്. ഹൈക്കോടതി അഭിഭാഷകരായ ബെന്നി ഗർവാസിസും വി രാജേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സമിതി സർക്കാരിന് സമർപ്പിച്ചത്. പക്ഷേ പ്രത്യേകിച്ചൊരു കാരണവും പറയാതെ സർക്കാർ മന്ത്രിസഭാ യോഗം തള്ളുകയായിരുന്നു. ഏതായാലും വിവാദമായിട്ടുണ്ട് സംഭവം. അതിന് പ്രധാനപ്പെട്ട കാരണം 2 കോൺഗ്രസ് അനുകൂല സംഘടനാ ഭാരവാഹികളെ ഈ സ്ഥാനത്തേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമമാണ് ഇത്തരമൊരു മന്ത്രിസഭയുടെ ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ എന്ന ആക്ഷേപമുണ്ട്. സർക്കാർ ഉദ്ദേശിക്കുന്ന, കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്ന 2 പേരുകളും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം. കോൺഗ്രസ് അനുകൂല സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് പി റഹീം, ഭരണാനുകൂല സർവീസ് സംഘടനയുടെ നേതാവ് അഡ്വക്കേറ്റ് CA മജീദ് എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത്. അവരെ പിൻവാതിലിലൂടെ കയറ്റാനുള്ള ഒരു ശ്രമമാണ് ഇത് എന്ന് ആക്ഷേപം ഉയർന്നുണ്ട്. ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് നാളെ പരിഗണിക്കുന്നുണ്ട് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അജിംഷാദ്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗങ്ങളുടെ നിയമനം സർക്കാർ അട്ടിമറിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് മന്ത്രിസഭ തള്ളിയിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല VC നിയമനം ഹൈക്കോടതി തടഞ്ഞു. സർക്കാർ വിജ്ഞാപനം ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് അധ്യാപകൻ അൽ ഹസൻ കുട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. കാലിക്കറ്റ് സർവകലാശാല VC ആയിരുന്ന അബ്ദുൾ സലാം വിരമിച്ച ഒഴിവിലേക്കാണ് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത്. ഈ വിജ്ഞാപനം ചോദ്യം ചെയ്താണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ അധ്യാപകൻ അൽ ഹസൻകുട്ടി ഹർജി സമർപ്പിച്ചത്. ഹർജിയിലെ പ്രധാന വാദങ്ങൾ ഇവയാണ്. UGC ചട്ടങ്ങൾ പ്രകാരം 10 വർഷം പ്രൊഫസർ തസ്തികയിൽ ജോലി ചെയ്തവർക്ക് മാത്രമേ VC നിയമനത്തിന് യോഗ്യതയുള്ളൂ. എന്നാൽ UGC ചട്ടങ്ങൾ പ്രകാരമുള്ള പ്രൊഫസർ തസ്തിക സർക്കാർ അംഗീകരിച്ചത് 2010 മാത്രമാണ്. അതിനാൽ കേരളത്തിലെ അധ്യാപകർക്കാർക്കും സർക്കാർ വിജ്ഞാപന പ്രകാരം VC നിയമനത്തിന് അർഹത ലഭിക്കില്ല. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് മേഖലയിൽ 10,000-കണക്കിന് അധ്യാപകർക്ക് നിയമനത്തിനുള്ള അർഹത നഷ്ടപ്പെടുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രഥമ ദൃഷ്ട്യാ ഹർജിക്കാരൻ്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് കാലിക്കറ്റ് സർവകലാശാല VC നിയമനം ഹൈക്കോടതി തടഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പലിശ നിരക്കിൽ 0.5% കുറവ് വരുത്തി റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കായ റിപ്പോ നിരക്ക് 6.75% കുറച്ചു. ഇതിന് പിന്നാലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിസ്ഥാന പലിശ നിരക്കിൽ കുറവ് വരുത്തി. റിപ്പോ നിരക്ക് കുറച്ചത് ഭവന വാഹന വായ്പാ പലിശ നിരക്കുകൾ കുറയാനിടയാക്കും. The SLR and HTM ceiling will be brought down by 0.25% every quarter till March 31st, 2017. I should say 0.25 percentage points. സമ്പദ്ഘടനയ്ക്ക് കരുത്തു പകരാൻ പലിശ നിരക്കുകൾ കുറയ്ക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെയും വാണിജ്യ ലോകത്തിന്റെയും സമ്മർദ്ദം ഫലം കണ്ടു. 0.25% കുറവാണ് റിപ്പോ നിരക്കിൽ പ്രതീക്ഷിച്ചതെങ്കിലും 0.5% കുറവ് വരുത്തിയതോടെ സാമ്പത്തിക രംഗത്ത് പുത്തൻ ഉണർവാണ് പ്രതീക്ഷിക്കുന്നത്. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായതാണ് 0.5% കുറവ് വരുത്താൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് റിപ്പോ നിരക്ക് എത്തി നിൽക്കുന്നത്. റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI അടിസ്ഥാന പലിശ നിരക്ക് 0.4% കുറവ് വരുത്തി. ഒക്ടോബർ 5 മുതൽ കുറഞ്ഞ നിരക്ക് പ്രാബല്യത്തിൽ വരും. ചില്ലറ വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്ക് 3.66% എന്ന കുറഞ്ഞ റെക്കോർഡിലാണുള്ളത്. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായതും ഉൽപാദന മേഖല തളർച്ച നേരിടുന്നതുമാണ് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ റിസർവ് ബാങ്കിന് മേൽ സമ്മർദ്ദമേറാനുള്ള കാരണം. നേരത്തെ തന്നെ വാണിജ്യ ലോകവും ധനമന്ത്രാലയവും സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിലും പണപ്പെരുപ്പ് നിരക്കിൽ വന്ന കുറവിനെ സ്ഥിരം പ്രവണതയായി കാണാൻ കഴിയില്ല എന്നതായിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജന്റെ നിലപാട്. എന്നാൽ വിവിധ മേഖലകളിൽ നിന്ന് സമ്മർദ്ദം ശക്തമായതോടെയാണ് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ റിസർവ് ബാങ്ക് നിർബന്ധിതമായത്. റിപ്പോ നിരക്കിലുണ്ടായ കുറവ് ഭവന വാഹന വായ്പാ പലിശ നിരക്ക് കുറയ്ക്കാനിടയാക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.
സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളുടെ കൂലി വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാനായി മന്ത്രിസഭാ ഉപസമിതി യോഗവും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയും ചർച്ച തിരുവനന്തപുരത്ത് തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, 400 രൂപ എന്നതാണ് ഉയരുന്ന ആവശ്യം. തൊഴിലാളികൾ ഇത് അംഗീകരിച്ചോ? എന്തൊക്കെയാണ് ഇപ്പോൾ ഉയരുന്നത്? യോഗത്തെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ. അജിംഷാദ്, 400 രൂപ എന്നുള്ള തരത്തിൽ മന്ത്രിസഭാ ഉപസമിതി ഒരു നിർദ്ദേശം പറഞ്ഞുവെങ്കിലും അത് അംഗീകരിക്കാൻ ഇപ്പോൾ തോട്ടം തൊഴിലാളി പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ തയ്യാറായിട്ടില്ല. കാരണം 500 രൂപ തന്നെ മിനിമം കൂലി നൽകണം എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തർക്കം തുടരുകയാണ്. പ്ലാന്റേഴ്സ് ലേബർ കമ്മിറ്റി യോഗം കഴിഞ്ഞ് 1 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ വിഷയത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നിലനിന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ മിനിമം കൂലി വിഷയത്തിൽ ചർച്ച പുരോഗമിക്കുന്നത്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിനിധികൾ നിൽക്കുന്നത്. ഇതിനകത്ത് പ്ലാന്റേഴ്സ് ഉടമകൾ പറയുന്നത് ഇത്തരത്തിൽ 500 രൂപ മിനിമം കൂലി നൽകുകയാണെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം ഓരോ മേഖലയിലും ഉണ്ടാക്കണം. അതുപോലെ തന്നെ തൊഴിലാളികൾ കൂടുതൽ സമയം ജോലി ചെയ്ത് അവർ നുള്ളുന്ന തേയിലയുടെയും അതുപോലെ മറ്റ് തോട്ടം ഉൽപ്പന്നങ്ങളുടെയും അളവിൽ വർധനവുണ്ടാക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് 500 രൂപ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും ഈ ഒരു സമ്പ്രദായത്തിലൂടെ ഇത്തരത്തിലുള്ള അവരുടെ ഡ്യൂട്ടി സമയവും അതുപോലെ അവരുടെ ഉൽപ്പാദനത്തിൽ അവരുടെ ഒരു ഇടപെടലും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഉൽപ്പാദനം കൂട്ടേണ്ട ഒരു സാഹചര്യമാണ്. എങ്കിൽ മാത്രമേ ഈ തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതോടൊപ്പം തന്നെ വ്യവസായ മേഖലയിൽ നിൽക്കുന്ന പ്ലാന്റേഷൻ ഉടമകൾക്കും അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആ വിഷയമാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചർച്ച ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. അജിംഷാദ്, ഒരു കാര്യം, ഈ മിനിമം കൂലി വിഷയത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം കൂടുതൽ ശക്തിയായി തന്നെയായിരിക്കും തൊഴിലാളികൾ മുന്നോട്ട് കൊണ്ടുപോവുക. ശരി സുനിൽ, സമരം ഒത്തുതീർപ്പാക്കാനുള്ള നിർണായകമായ യോഗം പുരോഗമിക്കുകയാണ്. എന്നാൽ സമവായത്തിലെത്താൻ ആയിട്ടില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങളാണ് സുനിൽ അരിമാനൂർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മിച്ചഭൂമി പിടിച്ചെടുക്കുമെന്ന് അമ്പനാട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ രംഗത്തെത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പുതിയ സമര മാർഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. രാജ്കുമാർ, എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? അജിംഷാദ്, കഴിഞ്ഞ 13 ദിവസമായി അമ്പനാട് എസ്റ്റേറ്റിൽ തൊഴിലാളികൾ അവിടെ നിരാഹാര സമരം നടത്തി വരികയാണ്. എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസ് പടിക്കലാണ് നിരാഹാര സമരം. കൂലി വർധനവ്, അതുപോലെ ലയങ്ങളുടെ ശോച്യാവസ്ഥ, ചികിത്സാ സൗകര്യം തുടങ്ങിയ തൊഴിലാളികൾക്ക് ന്യായമായി കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. എന്നാൽ നാളിതുവരെ മാനേജ്മെന്റ് പ്രതിനിധികൾ തൊഴിലാളികളുമായി ചർച്ച നടത്തുന്നതിന് തയ്യാറാവുന്നില്ല. ഇനി PLC കമ്മിറ്റിയിൽ എന്തു തന്നെ തീരുമാനമെടുത്താലും, എന്ത് കാര്യങ്ങൾ അതിനകത്ത് തീരുമാനിച്ചാലും അംഗീകരിച്ചാലും ശരി തന്നെ തങ്ങളുമായി തെന്മല ഈ അമ്പനാട് എസ്റ്റേറ്റിലെ തൊഴിലാളികളുമായി മാനേജ്മെന്റ് പ്രതിനിധികൾ നേരിട്ട് ചർച്ച നടത്താതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച നിലപാട് അവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ തീരുമാനം ആകാത്ത പക്ഷം ഈ വരും ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ മിച്ചഭൂമി പിടിച്ചെടുത്ത് അവിടെ കൃഷി ചെയ്ത് സമരം വ്യാപിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. മാത്രമല്ല, ദേശീയപാത കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ ഒരു വാഹനങ്ങളും കടത്തിവിടാത്ത തരത്തിൽ ഉപരോധ സമരം ഏർപ്പെടുത്തും. കൊല്ലം നഗരത്തിലേക്ക് പച്ചക്കറി ഉൾപ്പെടെയുള്ള അരിയോ യാതൊരു വാഹനങ്ങളും ലോറികളും ചരക്ക് വണ്ടികളും കടത്തിവിടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി തൊഴിലാളികൾ നൽകുകയാണ്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അമ്പനാട്ട് തൊഴിലാളികൾ മിച്ചഭൂമി പിടിച്ചെടുക്കും. KSEBയിൽ മീറ്റർ റീഡിങ്ങിന് പുതിയ നിബന്ധനകൾ. റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ ആളില്ലെങ്കിൽ പിഴ കൊടുക്കണം, ഇല്ലെങ്കിൽ മീറ്റർ കാണാനുള്ള സൗകര്യം ഒരുക്കണം. 2 തവണ റീഡിംഗ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 250 മുതൽ 500 രൂപ വരെ പിഴ ഈടാക്കുമെന്ന് KSEBയുടെ പുതിയ മുന്നറിയിപ്പ്. 2 തവണ മീറ്റർ റീഡിങ്ങിനായി ഉദ്യോഗസ്ഥരെത്തുമ്പോഴും ആളില്ലെങ്കിൽ പിഴ ഈടാക്കാനാണ് തീരുമാനം. സാധാരണഗതിയിൽ 2 മാസത്തിലൊരിക്കലാണ് റീഡിംഗ് എടുക്കുക. സിംഗിൾ ഫേസിന് 250 രൂപയും 3 ഫേസിന് 500 രൂപയും പിഴ ഈടാക്കാനാണ് ബോർഡ് തീരുമാനം. റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്ന് KSEB വിശദീകരിക്കുന്നുവെങ്കിലും യാഥാർത്ഥ്യം മറിച്ചാണ്. ബോർഡിന്റെ ശുപാർശ പ്രകാരമാണ് റെഗുലേറ്ററി കമ്മീഷൻ പിഴ ഈടാക്കാൻ അനുമതി നൽകിയത്. മുൻകൂട്ടി അറിയിക്കാതെയാണ് മീറ്റർ റീഡിങ്ങിനായി ഉദ്യോഗസ്ഥർ എത്തുന്നത്. കൃത്യമായ ഡേറ്റിലുമല്ല ഇവരുടെ വരവ്. അതുകൊണ്ട് തന്നെ പിഴ ലഭിക്കാതിരിക്കാൻ മീറ്റർ റീഡർമാരെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. അതല്ലെങ്കിൽ വൻ തുക നഷ്ടമാകുമെന്നർത്ഥം. KSEBക്ക് വൻ ലാഭവും. സ്ഥലത്ത് ആളില്ലെങ്കിൽ മീറ്റർ കാണാനുള്ള സൗകര്യമൊരുക്കണമെന്നും KSEB നിർദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിസ്റ്റർ അമലയെ മാത്രമല്ല മറ്റൊരു കന്യാസ്ത്രീയെയും കൊലപ്പെടുത്തിയെന്ന് പ്രതി സതീഷ് ബാബുവിന്റെ കുറ്റസമ്മതം. പാലാ ഡിവൈഎസ്പി സുനീഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലാണ് പ്രതി സതീഷ് ബാബു കുറ്റസമ്മതം നടത്തിയത്. കനത്ത സുരക്ഷയൊരുക്കിയാണ് സിസ്റ്റർ അമല വധക്കേസിലെ പ്രതി സതീഷ് ബാബുവിനെ പാലാ കർമ്മലിത്ത മഠത്തിലും ചെറുപുഷ്പം ആശുപത്രിയിലുമായി തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. മഠത്തിൽ കയറിയതും അമലയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതും രക്ഷപ്പെട്ടതുമെല്ലാം പ്രതി പോലീസിനോട് വിവരിച്ചു. അമലയെ മൺവെട്ടിക്കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി സമ്മതിച്ചു. അതേസമയം ചേറ്റുതോട് SH മഠത്തിലെ സിസ്റ്റർ ജോസ്മരിയെയും കൊലപ്പെടുത്തിയത് താനാണെന്നും
സതീഷ് ബാബു കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു. ഏപ്രിൽ 17-നാണ് സംഭവം. പ്രതിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവിക മരണമെന്ന് കരുതി സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. കൊലപാതകത്തിന് ശേഷം ചേറ്റുതോട് മഠത്തിൽ നിന്ന് 75,000 രൂപയും ഈരാറ്റുപേട്ടയിലെ മഠത്തിൽ നിന്ന് 6 ലക്ഷം രൂപയും കവർന്നെടുത്തതായും പ്രതി സതീഷ് ബാബു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. അതെ, ഈ മഠത്തിൽ ഇപ്പോൾ 2 പ്രാവശ്യമാണ് വന്നേക്കുന്നത്. ഈ മാസം 12-ാം തീയതി രാത്രിയും 16-ാം തീയതി രാത്രിയും. അതിൽ 12-ാം തീയതി രാത്രിയിലുള്ള സിസ്റ്ററുടെ ഇഞ്ചുറി കഴിഞ്ഞ് റിക്കവേർഡായിട്ട് ഇവിടെ ഉണ്ട്. അത് ഒരു പട്ടിക പോലത്തെ വെയിറ്റുള്ള സാധനമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് അകത്തുനിന്ന് എടുത്തു, അടുക്കളയിൽ നിന്ന് എടുത്തു, പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. രണ്ടാമത്തത് 16-ാം തീയതി രാത്രിയാണ് സിസ്റ്റർ മരിച്ചുപോയി. ആ സംഭവത്തിലെ തൂമ്പ എടുത്ത സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിന്ന് എടുത്തു. പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ദിവസം തന്നെ ചേറ്റുതോട് മഠത്തിൽ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. തെളിവെടുപ്പ് പുരോഗമിക്കുമ്പോൾ പോലീസ് നേരത്തെ ഉയർത്തിയ വാദങ്ങൾ സംശയങ്ങൾക്കിട നൽകി തിരുത്തപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തൃശൂരിൽ പ്രവാസി മലയാളിയുടെ വീട്ടിൽ വൻ മോഷണം. വടക്കേക്കാട് മുക്കിലപ്പീടിക തടാകം കുഞ്ഞി മുഹമ്മദ് ഹാജിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 500 പവനിലധികം സ്വർണം നഷ്ടമായതായി സൂചന. ഉദ്യോഗാർത്ഥികൾക്ക് PSCയുടെ ഇരുട്ടടി. ആയുർവേദ തെറാപ്പിസ്റ്റ് പരീക്ഷയിൽ പൊതുവിജ്ഞാന വിഭാഗത്തിൽ വന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും ഷൂവിനെ കുറിച്ച്. വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യം ഉദ്യോഗാർത്ഥികളെ കുഴക്കി. ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് PSC നടത്തിയ പരീക്ഷയ്ക്കെത്തിയ ഉദ്യോഗാർത്ഥികൾ ചോദ്യപേപ്പർ കണ്ടതോടെ ഒന്ന് ഞെട്ടി. ഞെട്ടൽ പിന്നെ അമ്പരപ്പായി. പൊതുവിജ്ഞാന വിഭാഗത്തിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും ഷൂവിനെ കുറിച്ചായിരുന്നു. റീബോക്ക് ഷൂവിന്റെ ഉപജ്ഞാതാവ് ആര്? ഷൂവിന്റെ വലിപ്പം അളക്കുന്ന ഉപകരണം ഏത്? ഒരു വ്യക്തിക്ക് കൂടുതൽ ഉയരം തോന്നിക്കാൻ സഹായിക്കുന്ന ഷൂവിന്റെ ഭാഗം ഏത് എന്നൊക്കെയുള്ള വിചിത്രമായ ചോദ്യങ്ങൾ. ആയുർവേദ തെറാപ്പിസ്റ്റും ഷൂവും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ആദ്യത്തെ 50% കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നോർമൽ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ബാക്കി 50% ക്വസ്റ്റ്യൻ ജനറൽ നോളജ് ചോദിക്കുന്നു പറഞ്ഞപ്പോൾ, പക്ഷേ ഷൂവിനെ കുറിച്ചുള്ള 50 ചോദ്യമായി ചോദിച്ചത്. ഞങ്ങൾക്ക് യാതൊരുവിധ ഇതും അറിയാത്ത സംഭവമാണ് ചോദിച്ചത്. ശരിക്കും ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ശരിക്കും അമ്പരന്ന് പോയി. ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാനുള്ള യാതൊരു ഇതും ജനറൽ നോളജ് ആയുർവേദപരമായ യാതൊരു ബന്ധമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ് ഞങ്ങളോട് ലാസ്റ്റ് 50 ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചത്. മലപ്പുറം MSP കോളേജ്, ഗേൾസ്, ബോയ്സ് ഹൈസ്കൂളുകളിലായി 1000-ഓളം പേരാണ് പരീക്ഷ എഴുതിയത്. വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ വന്നത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. PV കുട്ടൻ, കോഴിക്കോട്.